അതിൻ്റെ വലതുവശത്തേക്കാളത് ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ് കണ്ടിപ്പോൾ വന്നതേ ഉള്ളൂ. ഒറ്റവാക്കി പറയാനാണെങ്കിൽ നൈസ് പടം, എനിക്കിഷ്ടപ്പെട്ടു. അതിഭീകര പടം മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് അങ്ങനെ എനിക്ക് പറയാൻ അങ്ങനെ തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ നൈസ് വാച്ച്, വൺ ടൈം വാച്ച് എന്ന് പറയാൻ പറ്റിയൊരു ഡീസൻറ്റ് ഫിലിം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഫസ്റ്റ് തിങ് ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ടെക്നിക്കലി ദിസ് ഫിലിം വാസ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിന് വേണ്ട പോലെ തന്നെ ചെയ്തു. കൂടുതലായിട്ടൊന്നും ചെയ്യാനുമില്ല, കുറവായിട്ടൊന്നും ചെയ്യാനുമില്ല. നമ്മൾ വെച്ചാൽ ഈ ജിത്തു ജോസഫിൻ്റെ ലാസ്റ്റ് ഫിലിം മിറാഷ് ആണെന്ന് തോന്നുന്നു, ആസിഫിനെയും അപർണയൊക്കെ ഉള്ള ആ പടം എടുത്തു വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര സീരിയൽ ലെവലായിട്ട് തോന്നി. ഒരുമാതിരി സീരിയലിനകത്തെ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് എന്താ എനിക്ക് കുറച്ച് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ട പോലെ നൈസായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇറ്റ് വാസ് പെർഫെക്റ്റ്. സെക്കൻഡ് പോസിറ്റീവ് ഈസ് പെർഫോമൻസ്. യെസ്, ബിജു മേനോനും ജോജു ജോർജിനും ഒക്കെ കേക്ക് വോക്കാണ്. ഇവരുടെ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ക്യാരക്ടേഴ്സൊന്നുമല്ല, പക്ഷേ കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ്റെ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് തന്നെ നമുക്ക് ആ ക്യാരക്ടർ കിട്ടും. ആൻഡ് ബിജു മേനോ ഇതൊക്കെ ഒരു സിമ്പിൾ പരിപാടിയായിരുന്നു. ആൻഡ് ദേ ബോത്ത് ആർ ഡൺ റിയലി ഗുഡ് ജോബ്. അവർ മാത്രമല്ല, ഇതിനകത്തുള്ള എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും സ്പെഷ്യൽ പരിപാടിയൊന്നുമല്ല, അവർ കൊടുത്ത റോഡ് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി ബിജു മേനോൻ ആൻഡ് ജോജു ജോർജ്. ഇതിൻ്റെ തേർഡ് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്, ഇതിൻ്റെ പേസിങ്ങും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നൈസായിട്ട് കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നി. കുറേ ലാഗും പരിപാടിയും, ലാഗെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മൈനർ ലാഗ്സ് ഉണ്ട്. അത് ലാഗെന്ന് പറയുന്നില്ല, എൻ്റെ ഒരു ബ്രീതിങ് സ്പേസ് എന്ന് പറയുന്ന ഒരു സംഭവം അത്രേ ഉള്ളൂ. അതെനിക്ക് കുറച്ച് അടിച്ചു വന്നാലും ഇതിൻ്റെ പേസിങ് വാസ് വെരി നൈസ്. ആൻഡ് ഇത് മേക്ക് വെച്ചത് നല്ല രസമായിട്ടുണ്ടായിരുന്നു. അതായത് ഈ കഥ നൈസായിട്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻസും എല്ലാം നൈസായിട്ട്. പിന്നെ ഈ പടത്തിൻ്റെ നെഗറ്റീവ്സിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഈ ജിത്തു ജോസഫിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ്റെ കുറച്ച് മറ്റേ ടിപ്പിക്കൽ ക്ലാസിക് റിയാക്ഷൻ ഷോട്ട് എടുക്കുന്നൊരു പരിപാടിയുണ്ട്. അത് പക്ഷേ ഇതിനകത്ത് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നി. സെക്കൻഡ് എന്താണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് വാസ് ലൈക്ക് കുറച്ച് വലിച്ചു നീട്ടിയോട്ടൊരു ഫീൽ തോന്നും. ക്രിസ്പായിട്ടൊന്നോടൊന്ന് സെറ്റ് ചെയ്യായിരുന്നു വിചാരിച്ചു. ചില സ്ഥലത്ത് എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര അബ്രപ്റ്റായിട്ട് കട്ട് ചെയ്ത് വിട്ട് തോന്നിപ്പോയി. ആൻഡ് അല്ല, ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ നെഗറ്റീവ്സ് ആണ്. ലൈക്ക് ഇത് ഈ പടം കാണാതിരിക്കാൻ വേണ്ടിയുള്ള നെഗറ്റീവ്സ് അല്ല, ഇത് ഇഗ്നോർ ചെയ്യേണ്ട നെഗറ്റീവ്സാണ്. ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നിയ നെഗറ്റീവ്സാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഓവറോൾ ദിസ് ഫിലിം ഈസ് എ ഗുഡ് വാച്ച് ഫോർ മീ. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ഈ പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട് നഷ്ടം എന്നൊന്നും തോന്നിയില്ല. ഒരു വൺ ടൈം വാച്ച് അങ്ങനെ തോന്നിയൊരു പടം. ലൈക്ക് ഈ ത്രില്ലർ ജോണർ ഇഷ്ടപ്പെടുന്നവർക്കും സ്ലോ ആയിട്ടുള്ള ത്രില്ലർ പരിപാടി ഇഷ്ടമുള്ളവർക്ക് യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. ബട്ട് അത്രയ്ക്ക് ഹൈ എക്സ്പെക്റ്റേഷൻസും പരിപാടിയൊക്കെ വെച്ചാൽ മേ ബി യു വിൽ ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്. ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലർ പോലും നേരെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പടം കാണണമെന്ന് തോന്നി, അതുകൊണ്ട് കണ്ടു. ആൻഡ് അത് നന്നായും തോന്നുന്നു. കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വന്നില്ല, വെറുതെ കണ്ടു. ആൻഡ് ഇറ്റ് വർക്ക്ഡ്. സോ ഇന്നത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. ഓക്കെ, ബൈ.